പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ. ഒരു മയമൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്കും, ഞാൻ കാണിച്ചു. ഇല്ലേ ശരി. ഭർത്താവ് ഭാര്യ, ഭർത്താവ് ഭാര്യ. അമ്മായിയും എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടോ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ? ഇനി പ്രഥമ രാത്രി നാളെ, അതായത് രണ്ടാം രാത്രി. ആദ്യ രാത്രിയിൽ ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക് നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. ഇവിടെ വരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ അത് ശരി, കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വയറും ഒക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കലിയ. അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റെന്നേ. അതെ ഓ പെണ്ണേ, നീ എവിടെയോ? വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അതെ അതെ, നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാവടി. എടി, നിന്നോടുള്ള അസൂയ കൊണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലുള്ള ഒരു വീട്, സ്വന്തമെന്ന് പറയാനൊരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. പോടി. എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ?
മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്ത് വേണം? മാഡം, ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ്. ഇതാണ് ബില്ല്. 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കാണ്. 12 മണിക്ക് എത്തും. വരുമ്പോ ഞാൻ പറയാം. ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി. പേടിച്ചു പോയോ? ഇല്ല, പേടിച്ചില്ല. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത്. അതായിരിക്കണം സ്ത്രീകൃത. ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാൻ. ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ. എന്നാ താനോട് പോര്. ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. എന്താ? ആ, ഗ്ലോറിയ ഫ്ലവർ സീഡ് സൊസൈറ്റിക്കാർ വന്നിരുന്നു. എന്തിന്? അവര് ചെടിച്ചട്ടികളെല്ലാം എടുത്തോണ്ട് പോയി. ഏതോ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെന്ന്. കൊടുത്തിട്ടില്ലെന്നോ? ഹലോ, ഇന്ത്യൻ ബാങ്ക് മാനേജറില്ലേ? ആ രാമേന്ദ്രൻ. ആ ഞാൻ ടോണി. ഈ മാസം അവസാനം ആനയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേ അച്ഛനെ, ഇയാള് ഫസ്റ്റ് പാർട്ടിയാ. ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയാക്കാരുടെ അക്കൗണ്ടിൽ പൈസ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തോന്ന് മറന്നുപോയി സാർ. അവർ വന്ന് ചെടിച്ചട്ടി എടുത്തോണ്ട് പോയി. അത് നിങ്ങൾക്ക് പറയാം. പേരെന്റെ അല്ലേ പോകുന്നത്? ആ വേഗം ചെയ്. ആ പിന്നെ DD പാസ്സായോ? ആ ഓക്കെ. അതെങ്ങനെയാ? മാനേജറെ വിളിക്കുമ്പോ അയാൾ അക്കൗണ്ടന്റിനെ വിളിക്കും, അക്കൗണ്ടന്റ് ക്യാഷ്യറെ വിളിക്കും, ക്യാഷ്യർ ക്ലാർക്കിനെ വിളിക്കും, ക്ലാർക്ക് പ്യൂണിനെ വിളിക്കും, അയാൾ വാച്ച്മാനെ വിളിക്കും. അതുപോലെ ചെല്ലുമ്പോഴേക്കും കാര്യം നമ്മൾ പറഞ്ഞതുമായിരിക്കല്ല. അത്ര തന്നെ. ചേട്ടാ, ഇവനൊക്കെ എന്തിനാ ബാങ്കിൽ വരുന്നത്? അടുത്തിരിക്കുന്ന പെമ്പിള്ളേരെ കയ്യിലും കാലും ഞോണ്ടാനോ? ആകെ നാണക്കേടായി പോയി. നീ ആ ദോശ എടുക്കും.